بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهداه أما بعد പരിശുദ്ധ ഖുർആൻ പാരായണത്തിൽ ദീർഘങ്ങൾ നൽകേണ്ട സന്ദർഭങ്ങളാണ് നമ്മൾ മനസ്സിലാക്കി വരുന്നത്. അല്പാൽപമായി നമ്മൾ പഠിച്ചു വരികയാണ് ദീർഘത്തിൻ്റെ നിയമങ്ങൾ. ഇതിൽ അഞ്ചാമത്തെ ഭാഗം അഥവാ മദ്ദുകളിൽ ദീർഘങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ദീർഘമാണ് അൽ മദ്ദുൽ മുത്തസിൽ, അൽ മദ്ദുൽ വാജിബുൽ മുത്തസിൽ അല്ലെങ്കിൽ അൽ മദ്ദുൽ മുത്തസിൽ വാജിബ് എന്നൊക്കെ പേര് പറയാവുന്ന ദീർഘം. ഇത്തസല യത്തസിലു എന്ന് പറഞ്ഞാൽ ചേർന്നു, കൂടിച്ചേർന്നു, കോണ്ടാക്ട് ചെയ്തു, അല്ലേ? ഇതൊക്കെ ഇത്തസല യത്തസിലു പറയും. ഇവിടെ മുത്തസിൽ എന്ന് പറഞ്ഞാൽ ചേർന്നു വന്നത് എന്നാണ് അതിൻ്റെ അർത്ഥം. വിപരീതമാണ് മുൻഫസിൽ. മുത്തസിലിൻ്റെ വിപരീതം മുൻഫസിൽ. എന്താണ് മുത്തസിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? هو أن يأتي حرف المد وبعده همزة في الكلمة نفسها. ദീർഘാക്ഷരം ഉണ്ടാവുക, വരിക, അതിനുശേഷം ഹംസ വരിക. ഫിൽ കലിമത്തി നഫ്സിഹ, അതേ പദത്തിൽ തന്നെ, അഥവാ ഒരേ പദത്തിൽ, ഒറ്റ പദത്തിൽ ദീർഘാക്ഷരവും തൊട്ടു പിന്നിൽ ഹംസയും വരിക, അങ്ങനെ ഉണ്ടാവുക. ഇതാണ് മുത്തസിൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ചേർന്ന് വരിക എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉദാഹരണം, വജാഅകുമുൻ നദീർ. ഇവിടെ വജാഅകും എന്ന് പറയുമ്പോൾ അലിഫും ശേഷം ഹംസയും ഒറ്റ പദത്തിലായി വന്നിരിക്കുകയാണ്. ഇനി വാവിൻ്റെ ഉദാഹരണം, സൂഅൽ അദാബ്. ഇവിടെയും അപ്രകാരം തന്നെ ദീർഘാക്ഷരമായ വാവിന് ശേഷം ഹംസ ഒറ്റ പദത്തിലായി വന്നു. യാഇൻ്റെ ഉദാഹരണം, സീഅ ബിഹിം. ഇവിടെ ദീർഘാക്ഷരമായ യാഇന് ശേഷം ഹംസ ഒറ്റ പദത്തിലായി വന്നിരിക്കുന്നു. വയുഖാലു ലഹു അൽ മദ്ദുൽ വാജിബ് ലിവുജൂബി തത്വീലിഹി അനിൽ മദ്ദി ത്വബീഇ ലികുല്ലിൽ ഖുറാ. ത്വബീഇയ ദീർഘത്തെക്കാളും നിർബന്ധമായും ദീർഘിപ്പിക്കുക എന്നത് കാരണമാണ് ഇതിന് അൽ മദ്ദുൽ വാജിബ് എന്ന് പേര് പറയുന്നത്. ലികുല്ലിൽ ഖുറ, എല്ലാ കാര്യങ്ങളും ഇതിൽ ഏകോപിച്ചിരിക്കുകയാണ്. ആർക്കും മുത്തസിൽ ദീർഘം ഒഴിവാക്കിക്കൊണ്ടുള്ള രീതിയില്ല. അതാണ് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത്. വയുമദ്ദു ഫി റിവായത്തി ഹഫ്സിൻ അൻ ആസിം. നമ്മുടെ റിവായത്തായ റിവായത്തു ഹഫ്സിൻ അൻ ആസിം, ഈ റിവായത്തിൽ മുത്തസിലായ ദീർഘം നൽകപ്പെടുന്നത് ബിമിഖ്ദാരി 40 ഔ 5 ഹറകാത്ത്, 4-5 ഹറക്കത്തിൻ്റെ അളവിലാണ്. 6 ഹറക്കത്തിൻ്റെ അളവിൽ ഹഫ്സിൻ്റെ റിവായത്തിലില്ല, വേറെ റിവായത്തുകളിലൊക്കെ ഉണ്ടായിരുന്ന വരാം. എന്നാൽ ഹഫ്സിൻ്റെ റിവായത്ത്, നമ്മൾ ഓതിക്കൊണ്ടിരിക്കുന്ന റിവായത്ത് പ്രകാരം 4-5 ഹറക്കത്തിൻ്റെ അളവിലാണ് മുത്തസിലായ ദീർഘം നൽകേണ്ടത്. അതായത് 4-5 മാത്രം. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തവസ്സുത്തുൽ മുൻഫസിൽ യകൂനു ഫഖത്ത് മഅ തവസ്സുത്തിൽ മുത്തസിൽ. മുൻഫസിലായ ദീർഘവും ഇപ്രകാരം തന്നെ 4-5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കേണ്ടതാണ്. ദീർഘിപ്പിക്കൽ അനുവാദമുള്ളതാണ്.
ജായിസാണ്. എന്നാൽ ഇവിടെ തവസ്സുത്ത് മിതത്വം സ്വീകരിക്കുക എന്ന് പറയുന്നത് അർബഉ ഹറക്കാത്ത്, 4 ഹറക്കത്തുകളാണ്, ഹറക്കത്തിൻ്റെ അളവിലാണ് തവസ്സുത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 4 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കുന്നതിനാണ് തവസ്സുത്ത് മിതത്വം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ തവസ്സുത്ത് മുൻഫസിലിന് നൽകൽ മുത്തസിലിനും അപ്രകാരം നൽകുന്നതോടൊപ്പമായിരിക്കണം. നമ്മൾ ഓതിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ മുൻഫസിലിനെ പൂർത്തിയാക്കി 5 ഹറക്കത്തിൻ്റെ അളവിലും മുത്തസിലിൻ തവസ്സുത്ത് കൊടുത്ത് 4 ഹറക്കത്തിൻ്റെ അളവിലും ഓതാൻ പറ്റുകയില്ല എന്നർത്ഥം. അതോടൊപ്പം വഫുവൈഖു തവസ്സുത്ത് ഫിൽ മുൻഫസിൽ യകൂനു ഫഖത്ത് മഅ മിസ്ലി ഫിൽ മുത്തസിൽ. അപ്രകാരം തന്നെ 5 ഹറക്കത്തിൻ്റെ അളവിൽ മുൻഫസിലിന് ദീർഘം നൽകുക എന്നത് മുത്തസിലിനും അപ്രകാരം ദീർഘം നൽകുമ്പോഴായിരിക്കും. അത് നമുക്കൊന്ന് വ്യക്തമാക്കി മനസ്സിലാക്കാം. ഉദാഹരണമായി ബനീ ഇസ്രായീൽ എന്ന് പറയുക. അവിടെ ബനീ എന്നതിൽ മുൻഫസിലാണ് അല്ലേ? ബനീ ഇസ്രായീൽ എന്ന് പറയുമ്പോൾ ആദ്യത്തെ ബനീ എന്നതിലുള്ളത് മുൻഫസിലാണ്, ഇസ്രായീൽ മുത്തസിലാണ്. ഇവിടെ മുൻഫസിലിന് 5 ഹറക്കത്തിൻ്റെ പൂർത്തിയാക്കിക്കൊണ്ടുള്ള ദീർഘവും ഇസ്രായീൽ എന്ന മുത്തസിലിന് 4 ഹറക്കത്തിൻ്റെ അളവ് കൊടുത്തുകൊണ്ടും ഓതുക എന്നത് ശരിയല്ല എന്നാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം. മുൻഫസിലിന് 5 ഹറക്കത്ത് പൂർത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ മുത്തസിലിനും അത് നൽകൽ നിർബന്ധമാണ്. അഥവാ മുത്തസിലിനാണ് കൂടുതൽ പ്രാമുഖ്യം കൽപ്പിക്കേണ്ടത്. അഖ്വ മിനൽ മുൻഫസിൽ, മുൻഫസിലിനേക്കാളും മുത്തസിലാണ് ഖവിയായി ഖുവ്വത്തിൽ മുന്നിൽ നിൽക്കുന്നത്. മറാത്തിബുൽ മുദൂദ് നമ്മൾ പറയും ഇൻഷാ അല്ലാഹ്. അപ്പം കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകുന്നതാണ്. മറ്റൊരു കാര്യം, ഇവിടെ ഹാ ഫി ഖൗലിഹി തആല ഹാഉം, സൂറത്തുൽ ഹഖയിൽ ഹാഉം ഖറഉ കിതാബിയഹ് നമ്മൾ ഓതിപ്പോയ ഭാഗമാണ്. ഇതിലുള്ള ഹാഉം എന്നതിലുള്ള മിൻ അസ്ലിൽ കലിമ, പദത്തിൻ്റെ അടിസ്ഥാന അക്ഷരം തന്നെയാണ്. വലൈസത് ലിത്തംബീഹ്, തംബീഹിന് വേണ്ടിയുള്ള അല്ല. ഏതുപോലെ ഉലായിലുള്ളതുപോലെ. വഅലൈഹി, അക്കാരണത്താൽ ഫൽമദ്ദുല്ലദീ ഫീഹാ മദ്ദുൻ മുത്തസിൽ വലൈസ മദ്ദൻ മുൻഫസില, ഇതിലുള്ള ഖറഉ എന്നതിലുള്ള ദീർഘം മുത്തസിലായ ദീർഘമാണ്, മുൻഫസിലായ ദീർഘമല്ല എന്നർത്ഥം. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. യാ അയ്യുഹ, യാ ഉലി, ഈ പദങ്ങളൊക്കെ ഒരേ പദമായി എഴുതപ്പെട്ടിട്ടുണ്ടെങ്കിലും, ഒരേ പദം പോലെ എഴുതപ്പെട്ടിട്ടുണ്ടെങ്കിലും ആ ദീർഘം മുൻഫസിലാണ്, മുത്തസിലല്ല. അതുപോലെ തന്നെയാണ് ഹ അൻതും, ഹ ഉലായി, ഇതിലൊക്കെ ഹ എന്നത് തംബീഹിന് വേണ്ടിയുള്ള പദമാണ്. അത് 2 പദങ്ങളാണ്, ഒറ്റ പദമല്ല. മുൻഫസിലായ ദീർഘങ്ങളാണ്. ഹ എന്ന ഹ അൻതും എന്നതിലുള്ളതും അതുപോലെ ഹ ഉലായിലുള്ളതും. എന്നാൽ ഉലായി എന്നത് മുത്തസിലാണ്, നിർബന്ധമായും ദീർഘിപ്പിക്കേണ്ടതാണ്. അപ്പം ഇവിടെയൊക്കെ നമ്മൾ ഓതുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ മുത്തസിലിനാണ് പ്രാമുഖ്യം കൽപ്പിക്കേണ്ടത്. മുൻഫസിൽ വേണമെങ്കിൽ ഒഴിവാക്കുക വരെ ചെയ്യൽ അനുവാദമുള്ള ദീർഘമാണ്. മുത്തസിൽ പൂർണ്ണമായി 5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കുന്നുവെങ്കിൽ മുൻഫസിലിനും അത്രയോ അല്ലെങ്കിൽ 4 ഹറക്കത്തിൻ്റെ അളവിലോ ദീർഘിപ്പിക്കാം. എന്നാൽ 5 ഹറക്കത്തിൻ്റെ അളവിൽ മുൻഫസിലിനെ ദീർഘിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മുത്തസിലും അങ്ങനെ ദീർഘിപ്പിക്കൽ നിർബന്ധമാണ്. ബാറക്കല്ലാഹു ഫീക്കും.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.